ഗതാഗതയോഗ്യമായ റോഡിൽ റീടാറിംഗ്. UDF കൗൺസിലർമാർ മുനിസിപ്പൽ എഞ്ചിനീയറെ ഉപരോധിച്ചു. പൊന്നാനി നഗരസഭാ പരിധിയിൽ ഗതാഗതയോഗ്യമല്ലാത്ത നിരവധി റോഡുകൾ നിലവിലുണ്ടായിട്ടും യാതൊരു കേടുപാടുകളുമില്ലാത്ത 7-ാം വാർഡിലെ കുട്ടാട് റോഡ് റീടാറിംഗ് നടത്തുന്നതിൽ പ്രതിഷേധിച്ച് UDF കൗൺസിലർമാർ മുനിസിപ്പൽ എഞ്ചിനീയറെ ഉപരോധിച്ചു. 3 വർഷം മുൻപാണ് പ്രസ്തുത റോഡിന്റെ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചത്. നഗരസഭാ പരിധിയിൽ നിരവധി റോഡുകളാണ് പൊളിഞ്ഞു കിടക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ 4 ലക്ഷം രൂപ ദുരുപയോഗം ചെയ്ത് ടാറിംഗ് പ്രവർത്തികൾ നടത്തിയത് തീർത്തും പ്രതിഷേധാർഹമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ല എന്ന കപട ന്യായം പറഞ്ഞ് പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ നിരന്തരം അവഗണിച്ചുകൊണ്ടാണ് ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിൽ ഇതുപോലുള്ള അനാവശ്യ ചെലവുകൾക്ക് തുക അനുവദിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM പറഞ്ഞു. പൊന്നാനി നഗരസഭയിലെ UDFന്റെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഇന്ന് മുനിസിപ്പൽ എഞ്ചിനീയറെ ഉപരോധിക്കാനുണ്ടായ സാഹചര്യം പൊന്നാനി നഗരസഭയിലെ 7-ാം വാർഡിലെ കുട്ടാട് റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടാണ്. നിലവിൽ യാതൊരു പ്രശ്നവുമില്ലാത്ത, ഒരു തകരാറുമില്ലാത്ത ഒരു റോഡിന് 4 ലക്ഷം രൂപ മെയിൻ്റെനൻസ് ഗ്രാൻഡ് വെച്ച് അത് വീണ്ടും റീടാർ ചെയ്യുന്ന ഒരു സമീപനമാണ് നഗരസഭാ ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. ഒരു പ്രശ്നവുമില്ലാത്ത ഒരു റോഡ് വീണ്ടും മെയിൻ്റെനൻസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നഗരസഭയിൽ നിരവധിയായിട്ടുള്ള റോഡുകൾ, അതിന് തൊട്ടടുത്തുള്ള കുട്ടാട് റോഡിന് തൊട്ടടുത്തുള്ള റോഡ് പോലും വലിയ സങ്കീർണമായ രൂപത്തിൽ യാത്രാ ക്ലേശം അനുഭവിക്കുന്ന ഒരു സാഹചര്യം അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ആ റോഡൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രശ്നവുമില്ലാത്ത റോഡുകൾ റീടാർ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മാത്രമല്ല, നിലവിലെ പൊന്നാനി നഗരസഭയിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പുതുതായി വെക്കാൻ കഴിയാത്ത സാഹചര്യം, സ്ട്രീറ്റ് മെയിനുകൾ ഓരോ ഭാഗത്തേക്കും വലിക്കാൻ കഴിയാത്ത സാഹചര്യം, അതുപോലെ തന്നെ പോസ്റ്റുകൾ, ഗതാഗത തടസ്സം നിലവിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന വിഷയം, ഇത്തരം വിഷയങ്ങളിലൊക്കെ നഗരസഭയിൽ ആകെ വലിയ പ്രശ്നസങ്കീർണമായ സാഹചര്യം നേരിടുകയാണ്. മറ്റൊരു കാര്യം, പുതുതായി റോഡുകൾ അനുവദിക്കാൻ നഗരസഭയിൽ പണം ലഭ്യമാകാത്ത സാഹചര്യം, പ്രതിപക്ഷ വാർഡുകൾ അവഗണിക്കുന്ന അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ ഒരു പ്രശ്നവുമില്ലാതെ ഗതാഗത യോഗ്യമായ ഒരു റോട്ടിൽ വീണ്ടും റീടാർ ചെയ്യുന്ന ഒരു സമീപനമായി നഗരസഭാ ഭരണസമിതി മുന്നോട്ട് വരുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ME-യുടെ ചാമ്പറിൽ UDFന്റെ ജനപ്രതിനിധികൾ ഇന്ന് അറിയിച്ചത്. ഇത്തരം സമീപനവുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കാരണം നിലവിൽ ഒരുപാട് റോഡുകൾ മെയിൻ്റെനൻസ് ചെയ്യേണ്ട റോഡുകളുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന റോഡുകളുണ്ട്, ആളുകൾക്ക് യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്ന റോഡുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോയത് എന്നും നഗരസഭയുടെ ചെയർമാൻ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് തീർത്തും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു സമീപനം ഈ നഗരസഭ സ്വീകരിച്ചിരിക്കുന്നത്. നിലവിൽ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ലഭ്യമാണ്. പഴയ റോഡ് ഒരു കുഴപ്പവുമില്ലാതെ ഗതാഗതമായ റോഡിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. മാധ്യമങ്ങളും ആ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നീക്കവുമായി നഗരസഭ മുന്നോട്ട് പോയത് എന്ന് നഗരസഭയുടെ ചെയർമാൻ വ്യക്തമാക്കണമെന്നാണ് ഈ വിഷയത്തിൽ. ഇത്തരം പ്രവർത്തികൾക്ക് മേൽനോട്ടം വഹിക്കേണ്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ നിരന്തരം ഭീഷണിപ്പെടുത്തി ഭരണസമിതിയുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെടേണ്ട വിഷയങ്ങളിൽ പണമില്ല എന്ന ന്യായം പതിവായി പറയുന്ന നഗരസഭാ ചെയർമാൻ ഈ ദൂർത്തിനെ പിന്തുണയ്ക്കുകയാണെന്നും UDF കുറ്റപ്പെടുത്തി. കൗൺസിലർമാരായ അനുപമ മുരളീധരൻ, ഐഷ അബ്ദു, മിനി ജയപ്രകാശ്, KM ഇസ്മായിൽ, ശ്രീകല ചന്ദ്രൻ, ഷബ്ന ആസ്മി, അബ്ദുൾ റഷീദ് നാലകത്ത്, പ്രിയങ്ക വേലായുധൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. NCV ന്യൂസ്, പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.